എർത്ത് സർഫസിലുള്ള ഡിഫറെൻറ്റ് പോയിന്റ്സിന്റെ എലിവേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് സർവേ ആണ് ലെവലിംഗ്. ഡയറക്റ്റ് ലെവലിംഗ് അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലെവൽ. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ലെവൽസ് അവൈലബിൾ ആണ്. അതിലൊരു 3 പ്രധാനപ്പെട്ട ലെവൽസിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഡംപി ലെവൽ, വൈ ലെവൽ, കുക്സ് റിവേഴ്സിബിൾ ലെവൽ. ഇവർ 3 പേരും തമ്മിലുള്ള കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന എന്നാൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് നമുക്ക് നോക്കാം. ഇതാണ് ഡംപി ലെവൽ. ഡംപി ലെവലിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് പാർട്സ് ആണ് ടെലസ്കോപ്പ്, ടെലസ്കോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലെവലിംഗ് ഹെഡ്, പിന്നെ ടെലസ്കോപ്പിന്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ലെവൽ ട്യൂബ്. അപ്പോൾ ഈ ഒരു ഡംപി ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ടെലസ്കോപ്പ് ലെവലിംഗ് ഹെഡുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ കാര്യത്തിൽ ആ ടെലസ്കോപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഒന്നും പറ്റില്ല. എന്നാൽ അതേസമയം അറ്റ് എ ടൈം ഈ ടെലസ്കോപ്പിനെ നമുക്ക് വേർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കില്ല. അതായത് നമുക്ക് ലൈൻ ഓഫ് സൈറ്റിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഡംപി ലെവൽ എന്ന് പറയുന്നത് റിജിഡ് ആണ്, പക്ഷെ റിവേഴ്സിബിൾ അല്ല. അടുത്തത് വൈ ലെവൽ. വൈ ലെവലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടെലസ്കോപ്പ് നമ്മൾ ക്യാരി ചെയ്തിരിക്കുന്നത് 2 വെർട്ടിക്കൽ വൈ സപ്പോർട്ട്സിലാണ്. അതുകൊണ്ട് തന്നെ ഈ ടെലസ്കോപ്പ് ലെവലിംഗ് ഹെഡുമായിട്ട് റിജിഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഫിക്സ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, റിജിഡ് അല്ല. എന്നാൽ അതേസമയം റിവേഴ്സിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. കാരണം സപ്പോസ് നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട്സിൽ നിന്ന് ടെലസ്കോപ്പിനെ പുറത്തേക്ക് എടുത്ത് തിരിച്ചു വെച്ച് വീണ്ടും അതിനകത്ത് പ്ലേസ് ചെയ്താൽ മതി, ലൈൻ ഓഫ് സൈറ്റ് റിവേഴ്സ്ഡ് ആവും. അപ്പോൾ വൈ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും റിജിഡ് അല്ല, പക്ഷെ റിവേഴ്സിബിൾ ആണ്. അടുത്തതാണ് നമ്മുടെ കുക്സ് റിവേഴ്സിബിൾ ലെവൽ. ഈ ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ടെലസ്കോപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഒരു സോക്കറ്റിനകത്താണ്. ആ സോക്കറ്റാണ് ലെവലിംഗ് ഹെഡുമായിട്ട് വളരെ റിജിഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് റിജിഡ് ആണ്. എന്നാൽ റിവേഴ്സിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. കാരണം സപ്പോസ് നമുക്ക് ലൈൻ ഓഫ് സൈറ്റിനെ ഒന്ന് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോക്കറ്റിനകത്തിരിക്കുന്ന ടെലസ്കോപ്പിനെ പുറത്തെടുത്ത് തിരിച്ചു വെച്ച് അകത്തേക്ക് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് റിവേഴ്സ്ഡ് ആയിക്കോളും. അപ്പോൾ കുക്സ് റിവേഴ്സിബിൾ ലെവൽ എന്ന് പറയുന്നത് റിജിഡുമാണ്, അതേസമയം റിവേഴ്സിബിളും ആണ്. അപ്പോൾ മറക്കണ്ട, ഡംപി ലെവൽ റിജിഡ് ആണ് പക്ഷെ റിവേഴ്സിബിൾ അല്ല. വൈ ലെവൽ റിവേഴ്സിബിൾ ആണ് പക്ഷെ റിജിഡ് അല്ല. കുക്സ് റിവേഴ്സിബിൾ ലെവൽ റിജിഡുമാണ്, റിവേഴ്സിബിളും ആണ്. അപ്പോൾ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കൺസെപ്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ലേൺ ഫ്രം ദി ബെസ്റ്റ്.